നീണ്ട ആമുഖത്തോടു കൂടിയായിരുന്നു നന്ദഗോവിന്ദം ഭജൻസ് ആ ഗാനം വേദിയിൽ ആലപിച്ചത്. ജാതിമത വ്യത്യാസമില്ലാതെ അണിനിരന്ന ജനങ്ങൾക്ക് മുന്നിൽ, ക്രിസ്തീയ വിദ്യാലയത്തിൽ തന്നെ വിദ്യ അഭ്യസിപ്പിച്ച ക്രൈസ്തവരായ അധ്യാപകർക്ക് മുന്നിൽ അഭിമാനത്തോടെ തന്നെ ക്ഷേത്രത്തിലെ ദേശവിളക്കിന് പള്ളിയിലും വിളക്ക് തെളിയിക്കാറുള്ള, ക്ഷേത്രോത്സവത്തിന് വേണ്ടി പള്ളിയുടെ പാർക്കിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താറുള്ള, ഇടയിൽ ജാതിമത അയിത്തമില്ലാത്ത ജനങ്ങളാണ് ഞങ്ങൾ എന്ന് ഏറ്റുപറഞ്ഞാണ് പാടിത്തുടങ്ങിയത്. സദസ്സിൽ നിന്നുയർന്നത് നല്ല പിന്തുണയുമാണ്. പക്ഷെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കപ്പെട്ടതോടെ അസ്വസ്ഥരായത് മറ്റൊരു വിഭാഗമാണ്. 10,000 മണിക്കൂറുകൾ അവരെ കാത്തിരുന്നത് ഇത്തരത്തിൽ നിന്ദിക്കാനായിരുന്നോ എന്നു തുടങ്ങി തമ്മിൽ ബന്ധമില്ലാത്ത ഉപമകൾ കൊണ്ട് ആദ്യം രംഗത്തെത്തിയത് ഹിന്ദു ഐക്യവേദി നേതാവ് KP ശശികല. വീണ്ടും വീണ്ടും വായിച്ചിട്ട് പിടികിട്ടാത്ത പ്രളയ ഉപമ. ചെറിയ പ്രവാഹം അരുവിയാണ്, തോടാണ്, പുഴയാണ്. അവയൊക്കെ ഭൂമിയുടെയും ജീവജാലങ്ങളുടെയും ദാഹം മാറ്റാനും മനസ്സും ശരീരവും കുളിർപ്പിക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷെ പ്രവാഹത്തിന് ശക്തി കൂടിയാൽ അത് പലതിനെയും ഒഴുക്കിക്കളയും. ചൂരൽ മലയിലൊക്കെ പ്രവാഹം ശക്തി കൂടിയതിന്റെ അനുഭവം എന്താണെന്ന് നമുക്കറിയാമല്ലോ. ഇത്രയും വായിക്കുമ്പോൾ നമുക്കാകെ മനസ്സിലാവുന്നത് ക്ഷേത്രത്തിൽ വെച്ച് ക്രിസ്തീയ ഭക്തിഗാനം ആലപിച്ചതില് അവർ അങ്ങേയറ്റം അസ്വസ്ഥയാണ് എന്നത് മാത്രമാണ്. ഇരിക്കുന്ന കൊമ്പ് എത്ര ബലമുള്ളതാണെങ്കിലും സ്വയം മുറിച്ചു മാറ്റിയാൽ അത് മുറിയാതിരിക്കില്ല. ചിക്കൻ മസാല നല്ലതാണ്, പക്ഷെ പായസത്തിൽ ഇടരുത്. അങ്ങനെ പോകുന്നു മതവർഗീയതയുടെ വിഷം പരത്തുന്ന പരസ്പര ബന്ധമില്ലാത്ത വാക്കുകൾ. ഹിന്ദുക്കളുടെ ചിലവിൽ പ്രശസ്തി നേടിയ ശേഷം ഹല്ലേലൂയ പാടുന്നത് കൊടിയ അപരാധമാണെന്ന് ഹൃദയവിദ്യാ ഫൗണ്ടേഷൻ ചെയർമാൻ ഗുരു വിദ്യാസാഗറും പറയുന്നു. ഇവ തുടങ്ങി വെച്ച ഈ വിദ്വേഷത്തിന് ചുവട് പിടിച്ച മറ്റു ചിലരും കൂടെ കൂടി. അത്രമാത്രം അയിത്തം കൽപ്പിക്കപ്പെടാൻ എന്താണ് ഈ പാട്ടിലുള്ളത്?